Hello everyone, hope you all are doing well. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ ബ്ലോക്ക് 5-ലെ യൂണിറ്റ് 21 ആയിട്ടുള്ള സിൽവിയ പ്ലാത്തിൻ്റെ 3 പോയംസ് ആണ്. ഈ ഒരു 3 പോയംസും നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഏരിയൽ എന്നുള്ള പോയമാണ്, ദെൻ സെക്കൻഡ് വൺ ഡാഡി എന്നുള്ള പോയമുണ്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ലേഡി ലസാറസ് എന്നുള്ള മറ്റൊരു പോയം കൂടിയുണ്ട്. ഈ ഒരു 3 പോയമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ട് കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. സിൽവിയ പ്ലാത്ത് 1932 ജനിക്കുന്നത്. സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തയായിട്ടുള്ള ഒരു അമേരിക്കൻ കവയത്രിയാണ്. ഇവരുടെ പോയംസ് എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയറ്റ് എന്ന് പറയുന്നത് വളരെയധികം അവരുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിളിങ്ങിലൂടെ ആയിരുന്നു മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ കവിതയിലൊക്കെ കൂടുതലായിട്ട് നമുക്ക് വൈരാഗ്യങ്ങൾ, അതുപോലെ തന്നെ ദേഷ്യം, അതുപോലെ തന്നെ മനസ്സിലെ അവരുടെ മനസ്സിലുള്ള ആന്തരിക വേദനകൾ, അതുപോലെ തന്നെ ആത്മഹത്യ, സൂയിസൈഡ് തോട്ട്സ്, ആത്മഹത്യ ചിന്തകളൊക്കെ അവരുടെ പോയംസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ പോയംസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും അവരുടെ ലൈഫ് ബേസ് ചെയ്തിട്ടാണ് കൂടുതലായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകൾ എന്ന് പറയുന്നത് ഒരു കൺഫെഷണൽ പോയട്രികളാണ്. അതായത് സ്വന്തം ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു തുറന്നു പറയുന്ന രീതിയിലുള്ള പോയംസൊക്കെയാണ് അവരുടെ റൈറ്റിങ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ കൺഫെഷണൽ പോയട്രി എന്നുള്ള വിഭാഗത്തിലാണ് ഇവരുടെ പോയംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിൽവിയ പ്ലാത്ത് എന്ന് പറയുന്ന കവയത്രി അവരുടെ ജീവിതത്തിൽ വളരെയധികം വലിയ രീതിയിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതായത് അവരുടെ പേരൻസുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അവരുടെ മാരിറ്റൽ ലൈഫിൽ, വിവാഹ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മനസ്സിലുള്ള അവരുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഒക്കെ അവരുടെ പോയംസിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. 1963 അവർ മരിക്കുന്നത്. അതൊരു സ്യൂസൈഡായിരുന്നു. അവർ ഒരുപാട് തവണ സ്യൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അതൊക്കെ അവരുടെ പോയംസിൽ പരാമർശിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ പോയംസൊക്കെ ഇപ്പോൾ ലോകമെമ്പാടും വളരെ വലിയ രീതിയിൽ ആളുകൾ പഠിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് പോയമായിട്ടുള്ള ഏരിയൽ എന്നുള്ള ഈ ഒരു പോയം എന്താണെന്ന്, ഓവറോൾ സമ്മറി എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഏരിയൽ എന്നുള്ള പോയം എന്ന് പറയുന്നത് ഈ ഒരു പോയറ്റിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഈ ഏരിയൽ എന്നുള്ളത് ഒരു കുതിരയുടെ നെയിമായിട്ടാണ് പോയറ്റ് പറയുന്നത്. സോ ഈ ഒരു കവിത എന്ന് പറയുന്നത് ഒരു കുതിരപ്പുറത്തുള്ള കവയത്രിയുടെ കുതിരപ്പുറത്തുള്ള ഒരു യാത്രയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പോയം എഴുതുന്നത്. സോ ഈ ഒരു പോയത്തിൽ ഈ ഒരു കുതിരയാത്ര കവിയുടെ മനസ്സിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് പോയറ്റ് പറയുന്നത്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് കവിയുടെ മനസ്സിലേക്കാണ് ഈ ഒരു കുതിരപ്പുറത്തുള്ള യാത്ര പോകുന്നത് എന്നാണ് നമുക്ക് ഇതിൽ ഈ ഒരു പോയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു ഏരിയൽ എന്നുള്ളത് ഈ ഒരു കുതിരയുടെ പേരായും, അതുപോലെ തന്നെ കവിയുടെ ആത്മാവിൻ്റെ ഒരു പ്രതീകമായിട്ടുമാണ് നമ്മൾ കാണേണ്ടത്. സോ കവിതയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കവി ഒരു കുതിരപ്പുറത്ത് കയറിയിരിക്കുകയാണ്, എന്നിട്ട് യാത്ര ചെയ്യാണ്. ആ യാത്ര എന്ന് പറയുന്നത് ഒരു പുലർച്ചെ, ഒരു ഏർലി മോർണിംഗ് ടൈമിലാണ് ആ ഒരു യാത്ര ഉണ്ടാവുന്നത്. ആ ഒരു കുതിര എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുലർച്ചെ സമയത്താണ് യാത്ര പോകുന്നത്. സോ ആ ഒരു കുതിര, ഏരിയൽ എന്നുള്ള ആ ഒരു കുതിര എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്ര വേഗത്തിൽ ഓടിയിട്ടും പോയിട്ട് ഭയപ്പെടുന്നില്ല. അവൾ അതിനോട് ചേർന്ന് തന്നെ അതെങ്ങനെയാണോ പോകുന്നത്, അതിൻ്റെ ആത്മധൈര്യം എന്താണോ അതുപോലെ തന്നെ പോയിട്ട് ഭയപ്പെടാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു യാത്ര എന്ന് പറയുന്നത് പോയറ്റിൻ്റെ ശരീരത്തിലെയും അതുപോലെ തന്നെ ആത്മാവിലെയും ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അതിലേക്കാണ് ആ ഒരു പോയറ്റിനെ ആ ഒരു കുതിര കൊണ്ടുപോകുന്നത് എന്നാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഈ ഒരു പോയത്തിൻ്റെ അവസാനത്തിലേക്ക് കവി ഒരു കുതിരയെ പോലെ തന്നെ ആവുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിലോട് തന്നെ ലയിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാറുന്നത് എന്നാണ് പോയറ്റ് പറയുന്നത്.
ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് മനസ്സിൽ സ്ട്രെസ്സുകളും സ്ട്രഗിളിങ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. സോ ഒരു യാത്ര എന്ന് പറയുന്നത് അതിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും, സ്ട്രഗിളിങ് ഉണ്ടാവും, വേഗതകളുണ്ടാവും, സ്ലോ ഡൗൺ ഉണ്ടാവും, അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. സോ പക്ഷേ ഈ ഒരു യാത്രയിൽ എന്തൊക്കെ സ്ട്രഗിളിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പോയിട്ട് യാതൊരു തരത്തിലും ഭയപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആത്മധൈര്യം പോയറ്റിനുണ്ട് എന്നാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എത്ര വേഗത്തിൽ പോയാലും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിലും പോയിട്ട് യാതൊരു തരത്തിലും ഭയപ്പെടുന്നില്ല. പോയിട്ട് ആ ഒരു വേഗതയോട് കൂടി തന്നെ അതെങ്ങനെയാണ് ലൈഫ് എങ്ങനെയാണോ പോകുന്നത് അതിനോട് കൂടി ചേർന്ന് തന്നെയാണ് പോയിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് എന്നാണ് ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡാഡി എന്നുള്ള ഈ ഒരു പോയത്തിലേക്ക് കടക്കാം. ഈ ഒരു പോയം എന്ന് പറയുന്നത് പിതാവിനെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ്. പിതാവിനോടുള്ള ഒരു ദേഷ്യവും ഒക്കെ നമുക്ക് ഈ ഒരു സിൽവിയ പ്ലാത്തിൻ്റെ പിതാവിനോടുള്ള ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ പോയറ്റ് തൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് ഈ ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നത്. സിൽവിയ പ്ലാത്തിന് 10 വയസ്സുള്ള സമയത്താണ് അവരുടെ പിതാവ് മരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് സിൽവിയ പ്ലാത്തിൻ്റെ ഒരു ആകസ്മികമായിട്ടുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ദേഷ്യവും ഒക്കെ ഇതിൽ ഫാദറിനോട് പ്രകടിപ്പിക്കുന്നതാണ് നമുക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു പോയത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കവി തൻ്റെ അച്ഛൻ ഒരു നാസിസ്റ്റ് ഒരു ആളായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അവളുടെ പിതാവ് അവളെ കബളിപ്പിച്ചു എന്നാണ് പോയിട്ട് പറയുന്നത്. അവളെ ലൈഫിൽ അവളുടെ പിതാവ് വളരെയധികം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ പിതാവിൻ്റെ അടുത്ത് നിന്ന് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നിട്ടൊക്കെ അവൾ പെട്ടെന്ന് തന്നെ മോചിതയാവണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോയിട്ട് പറയാണ്. സോ ഇതിൻ്റെ ലാസ്റ്റ് ലൈനിൽ പോയിട്ട് പറയാണ്, ഡാഡി ഡാഡി യു ബാസ്റ്റഡ് ഐ ആം ത്രോ എന്നുള്ള ഈ ഒരു ലൈനോട് കൂടിയാണ് ഈ ഒരു പോയറ്റ് അവസാനിപ്പിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ഈ ഒരു ഫാദറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള തരത്തിലുള്ള ലൈൻസാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു പോയത്തിൽ ഈ ഒരു പോയറ്റ് തൻ്റെ അച്ഛൻ തൻ്റെ ചെറുപ്പകാലത്ത് പോയറ്റിനെ വലിയ രീതിയിൽ തന്നെ വളരെയധികം നിയന്ത്രിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാദറിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോയറ്റിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രസൻസിൽ നിന്ന് കം ഔട്ട് ചെയ്യണം എന്ന് വളരെ വലിയ രീതിയിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അതിനുശേഷം പിതാവിൻ്റെ മരണശേഷം ആ ഒരു പിതാവിനോടുള്ള ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് നമ്മളെ അടുത്ത് തുറന്ന് കാട്ടുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു ഓവറോൾ എന്ന് പറയാനുള്ളത്. സോ ഈ ഒരു പോയത്തിൽ നമ്മൾ ഡീപ്പായിട്ട് ഈ ഒരു പോയത്തെക്കുറിച്ചൊന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയത്തിൽ പോയറ്റിൻ്റെ വളരെയധികം ശക്തമായിട്ടുള്ള ഇമോഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് പോയമായിട്ടുള്ള ലെസാറസ് എന്നുള്ള ഈ ഒരു പോയമാണ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ലേഡി ലെസാറസ്, അതായത് ഒരു പുനരുജ്ജീവനത്തിൻ്റെ പ്രതീകം ആയിട്ടാണ്, ഒരു റീബർത്ത് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഹെഡിങ്ങിന് പരിഗണിക്കേണ്ടത്. സോ ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു പോയറ്റായിട്ടുള്ള സിൽവിയ പ്ലാത്തിൻ്റെ ആത്മഹത്യാശ്രമങ്ങളൊക്കെ ആത്മഹത്യാശ്രമങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയറ്റ് എഴുതുന്നത്. സോ ഈ ഒരു ലെസാറസ് എന്നുള്ളത് ഒരു ബൈബിളിലെ ഒരു ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ള ഈ ഒരു ബൈബിളിലുള്ള ഒരു കഥാപാത്രമാണ്. സോ ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലെസാറസ് മരിച്ച ശേഷം ജീസസ് ജീവിപ്പിച്ച ഒരു കഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ഒരു കഥയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഉപമയൊക്കെ സിൽവിയ പ്ലാത്ത് ആ ഒരു യൂസേജൊക്കെ ഈ ഒരു പോയത്തിൽ സിൽവിയ പ്ലാത്ത് യൂസ് ചെയ്യുന്നുണ്ട്.
എന്താണ് സിൽവിയ പ്ലാത്ത് എന്നുള്ള പോയറ്റ് ഒരുപാട് പ്രാവശ്യം എന്താണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ചിലതൊന്നും സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും എന്താണ് ചത്തു, പിന്നെ വീണ്ടും ജീവിച്ചു എന്നാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. സോ ഈ ഒരു പോയറ്റ് പറയാണ് എന്താണ് 10 വർഷത്തിലും പോയറ്റ് എന്താണ് മരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. സ്വന്തം എന്നിട്ട് പോയറ്റിനെ തന്നെ ലേഡി ലസാറസ് എന്ന് വിളിക്കുകയാണ്. അത് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മരിച്ച് ജീവിച്ച സ്ത്രീയാണ്. സോ അതുകൊണ്ടാണ് തന്നെ പോയറ്റിനെ തന്നെ ലേഡി ലസാറസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ലസാറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിബ്ലിക്കൽ ക്യാരക്ടറാണ്. സോ ഈ ഒരു ബൈബിളിൽ മരിച്ചിട്ട് ജീസസ് ജീവിപ്പിച്ചിട്ടുള്ള ഒരു ലേഡിയാണ്. സോ അതുകൊണ്ടാണ് സിൽവിയ പ്ലാത്ത് പല തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലതവണയും ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ച് ജീവിച്ച ഒരു ലേഡി ആയിട്ടാണ് സിൽവിയ പ്ലാത്ത് തന്നെ വിശേഷിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്നത് മരണം എന്നുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിറ്റ് എന്ന് പറയുന്നത് പലതവണ മരിച്ചു ജീവിച്ചതുകൊണ്ട് തന്നെ ആരെയും വളരെയധികം ഓരോ തവണ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്തും പോയിറ്റ് വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ആയിട്ട് മാറുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആരെയും ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹം ഉള്ളപ്പോഴാണല്ലോ നമ്മൾ മരണത്തെയും ബാക്കി എല്ലാ കാര്യത്തെയും പേടിക്കേണ്ടത്. സോ ഈ ഒരു പോയിന്റിന് ജീവിക്കാൻ ആഗ്രഹമില്ല. സോ അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടാത്ത ഒരു ലേഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോയറ്റ് ഈ ഒരു പോയത്തിൻ്റെ ലാസ്റ്റ് പറയുന്നത്. സോ ഈ ഒരു 3 പോയം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോയറ്റിൻ്റെ മനസ്സിലെ ചിന്തകളെക്കുറിച്ചും അതുപോലെ തന്നെ ദേഷ്യത്തെക്കുറിച്ചും മനസ്സിലുള്ള വേദനയെക്കുറിച്ചിട്ടൊക്കെയാണ് പോയറ്റ് ഈ ഒരു 3 കവിതകളിലൂടെയും പോയറ്റ് പറയുന്നുണ്ടായിരുന്നത്. സോ ഇതിൽ 3 പോയറ്റിൻ്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പോയറ്റ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് പോയറ്റ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. സോ ഫസ്റ്റ് പോയത്തിൽ ഏരിയൽ എന്നുള്ള ഈ ഒരു പോയത്തിൽ ആത്മീയമായിട്ടുള്ള പോയറ്റിൻ്റെ ഒരു യാത്രയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന ഒരു യാത്രയെക്കുറിച്ചിട്ടൊക്കെയാണ് പോയറ്റ് ഈ ഒരു ഏരിയൽ എന്നുള്ള ഈ ഒരു പോയത്തിൽ പറയുന്നത്. ദെൻ ഡാഡി എന്നുള്ള ഈ ഒരു പോയത്തിൽ പിതാവിനോടുള്ള ഒരു വികാരാത്മകമായിട്ടുള്ള ഒരു പോയമായിട്ടാണ് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ലേഡി ലസാറസ് എന്നുള്ള ഈ ഒരു പോയം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷമുള്ള വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെയാണ് പോയറ്റ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. സോ ഈ ഒരു 3 പോയം പോയറ്റിൻ്റെ ജീവിതമായിട്ട് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള പോയംസാണ്. ഈ ഒരു കവിത എന്ന് പറയുന്നത് ഈ ഒരു 3 കവിതയും കവിയുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കവിതകളാണ്. സിൽവിയ പ്ലാത്തിൻ്റെ റൈറ്റിങ്സ് എന്ന് പറയുന്നത് വളരെയധികം തീവ്രമായിട്ടുള്ള വികാരങ്ങളും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പോയംസാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയത്തിലൊക്കെ അവരുടെ ലൈഫും അതുപോലെ തന്നെ ഇമോഷൻസും ഒക്കെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. സോ ഇത്രയാണ് ഈ ഒരു 3 പോയത്തിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. മാക്സിമം ഈ ഒരു ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.